ഗായ്സ് എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അമ്മയും കൂടെ ഓണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സിറ്റിയിൽ പോയി ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. ഈസ്റ്റ് പോർട്ടിലാണ് പോകുന്നത് കേട്ടോ സിറ്റിയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നത് കേട്ടോ. ഏകദേശം ഒരു 3 മണിക്കൊക്കെ ശേഷമാണ് ഞാൻ അമ്മയും പോകുന്നത്. അപ്പോൾ അത് നല്ല വെയിൽ ഗൈസ്. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒരു ടെക്സ്റ്റൈൽസിൽ കയറി അമ്മയ്ക്ക് നൈറ്റ് മേടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് 3 നൈറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ബില്ല് പേ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കടയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് പോർട്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ശക്തി എന്നാണ് ടെക്സ്റ്റൈൽസിൻ്റെ പേര്. ഗൈസ് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങാൻ നേരത്താണ് പിന്നെ മഞ്ഞക്കൊടി മേടിക്കണമെന്ന് കേട്ടോ അമ്മ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ മഞ്ഞക്കൊടിയൊക്കെ മേടിച്ച് അങ്ങനെ ബില്ല് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണുന്ന എല്ലാം വഴിയോര കച്ചവട കടകളാണ് കേട്ടോ ഇതെല്ലാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇത് വഴിയോര കച്ചവടക്കാർ ഒരുപാട് ഇപ്രാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഫ്രോക്കുകളാണ്. പിന്നെ 3 to 5 അങ്ങനെ പിന്നെ മീഡിയം ലാർജ് അങ്ങനെ ടോപ്പുകളെല്ലാം റോഡ് സൈഡ് ഒരുപാട്. ഗൈസ് ഈ കാണുന്നതെല്ലാം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടുള്ള സ്റ്റാളുകളാണ് കേട്ടോ. ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഓണമായതുകൊണ്ട് നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ നൈറ്റിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് വരികയാണ് കേട്ടോ. ഞങ്ങൾക്ക് 1-2 സാധനങ്ങളും കൂടെ മേടിക്കണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ കാണുന്ന പട്ടുപാവാടയൊക്കെ 1 വയസ്സ് മുതൽ ഏകദേശം ഒരു 6 വയസ്സ് വരെയുള്ള പ്രായമുള്ള പിള്ളേർക്കുള്ള പട്ടുപാവാടയും ബ്ലൗസൊക്കെയാണ് കേട്ടോ. ഇത് ഈ സ്റ്റാളെന്ന് പറഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലാണ് കേട്ടോ ഉള്ളത്. ഗൈസ് ഈ കാണുന്ന ചെരുപ്പ് ഏതെടുത്താലും 100 രൂപയാണ് കേട്ടോ. നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ ഒരെണ്ണമൊക്കെ മേടിക്കാൻ വേണ്ടി ദാണ്ടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അമ്മയും മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് 2 ചെരുപ്പ് മേടിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെരുപ്പിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പഴവങ്ങാടിയുടെ സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ. ഗൈസ് അങ്ങനെ അമ്മ ഒരു ചെരുപ്പ് മേടിച്ചായിരുന്നു. അമ്മയടുത്ത് പറഞ്ഞായിരുന്നു ഒരെണ്ണം കൂടെ മേടിക്കാൻ, വിലക്കുറവൊക്കെ ആയില്ലേന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ആവശ്യത്തിന്. അപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ മേടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഹോമിയോ ആശുപത്രിയുടെ സൈഡിലായിട്ടാണ് കേട്ടോ ഈസ്റ്റ് പോർട്ട്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് മേടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ബാലദേവരം കൈത്തറി കണ്ടത് കേട്ടോ. അതായത് ഈസ്റ്റ് പോർട്ടിലുള്ളതാണ്. ഈസ്റ്റ് പോർട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ കൈത്തറി ഉള്ളത്. അതിൻ്റെ അടുത്തായിട്ടാണ് ഇവർ സ്റ്റാൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഏതെടുത്താലും 100 രൂപയാണ് നൈറ്റിയും സാരിയും. 100 രൂപ 100 രൂപ ഏതെടുത്താലും 100 രൂപ ഏതെടുത്താലും 100 രൂപ 100 രൂപ നൈറ്റി 100 രൂപ സാരി 100 രൂപ നൈറ്റി 100 രൂപ സാരി ഏതെടുത്താലും 100 രൂപ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തക്ക ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണമെങ്കിലും മേടിക്കാതിരിക്കുന്നത് മോശമല്ല. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ. അതായത് കൈത്തറിയുടെ മുൻഭാഗത്താണ് ഈ സ്റ്റാളുള്ളത്. ഓണം വരെ ഉള്ളൂ. എല്ലാവരും വരിക ഗൈസ്. എനിക്ക് നിന്നുവിന് 2 പിന്നെ ടോപ്പ് മേടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ടോപ്പൊക്കെ മേടിക്കാൻ കഴിഞ്ഞ വർഷം ഈ ടെക്സ്റ്റൈൽസിൽ തന്നെയാണ് വന്നത്. അതിൻ്റെ അങ്ങേ വർഷം ഈ ടെക്സ്റ്റൈൽസ്, അതായത് ഇത് 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഈ ടെക്സ്റ്റൈൽസിൽ വന്ന് ഡ്രസ്സ് എടുക്കുന്നത്. അതായത് ചെറിയ കടയാണെങ്കിലും നല്ല കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 300 തൊട്ട് 1000 1200 വരെയുള്ള നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിലുള്ള നമുക്ക് ഡ്രസ്സ് നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ എപ്പോൾ പോയാലും ഞങ്ങളൊരു റേറ്റ് പറയും. ഈ റേറ്റിനകത്തുള്ള ഡ്രസ്സ് കാണിച്ചു തന്നാൽ മതി. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബുദ്ധിമുട്ടിപ്പെടുത്താൻ പാടില്ലല്ലോ. അവർക്ക് സെയിലാണെങ്കിൽ പോലും ഇപ്പം നമ്മളിപ്പോൾ വാങ്ങിക്കുന്നവരും ഉണ്ട് വാങ്ങിക്കാത്തവരും ഉണ്ട്. ചുമ്മാ വലിച്ചു വരട്ടിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെക്കാട്ടി നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രമുള്ള ഡ്രസ്സ് ഇത്ര ഒരു റേറ്റ് പറയുമ്പോൾ അവരത് എടുത്തു തരും. അപ്പോൾ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമുക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് നമ്മളെ ഇഷ്ടത്തിന് മേടിക്കാവുന്നതാണ്. നമ്മളിപ്പം കളറ് പറഞ്ഞു കൊടുത്താൽ അവരതനുസരിച്ചുള്ള മോഡലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഞാൻ ഒരുപാടൊന്നും നോക്കിച്ച് ഇട്ടില്ല കേട്ടോ. കാരണം ഇപ്പോൾ നമുക്കൊരു കടയുള്ളപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചിട്ട് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിപ്പെടുത്താറൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാൻ സമ്മതിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ വലിച്ചു വാരി ഇടുകയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 4-5 ടോപ്പ് എടുപ്പിച്ചോളൂ കേട്ടോ. അതിൽ ഞങ്ങൾ 2 സെലക്ട് ചെയ്തു. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. എനിക്കും വാങ്ങിക്കണം നീനുവിനും വാങ്ങിക്കണം. ആദ്യം എനിക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. കഴിഞ്ഞതിന് ശേഷമാണ് നീനുവിന് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഈ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചാലക്കകത്താണ് കേട്ടോ. ചാലക്കകത്താണ്. AB ടെക്സ്റ്റൈൽസ് എന്നാണ് ഈ കടയുടെ പേര്. ഇത് നീനുവിന് എടുത്തതാണ് കേട്ടോ.
അവളുടെ സൈസിന് കറക്റ്റായിട്ട് കിട്ടിയ ഒരു ഡ്രസ്സാണ്. നമ്മൾ കൈ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി, ബോഡി ഒന്നും ഷേപ്പ് ചെയ്തെടുക്കണ്ട. ഇത് രണ്ട് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. നമ്മുടെ വെയിറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ടോപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നടന്ന് വരുമ്പോൾ കേട്ടോ കുറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഓരോ കടകളുടെ ഫ്രണ്ടിലായിട്ട് ഡിസ്പ്ലേ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. സന്ധ്യ ആകുമ്പോൾ ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ സൂപ്പറായിട്ടുള്ള ഗൈസ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് പോവാണ് കേട്ടോ. ഈ ചാലക്കകത്ത് കൂടുതൽ ഹോൾസെയിൽ കടകളാണ് കേട്ടോ. അത് ഈ കാണുന്ന ഫാൻസി ഹോൾസെയിലാണ്. ഇതും ചാലക്കകത്താണ്. ആ തിയേറ്ററിൻ്റെ സൈഡിലായിട്ടുള്ള ഹോൾസെയിൽ കടകളാണ് കേട്ടോ ഈ കാണുന്ന എല്ലാം, ടോയ്സ് കടകൾ. ഗൈസ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നുമല്ല, മെയിനായിട്ട് അമ്മയ്ക്ക് 2-3 നൈറ്റിയൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഓണക്കോടിയും മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ട് ഇങ്ങനെ നടന്ന് വരികയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഗൈസ് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കടയിൽ കയറി ഞങ്ങൾ ഓരോ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ അവിടെ നിന്ന് ഞാൻ ഒരു പാക്കറ്റ് ബണ്ണും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.